പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥനയാണ്. അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാം, അല്ലാത്തവർക്ക് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കാം, അല്ലാത്തവർ മൗനമായിട്ട് ശിരസ് നമിച്ച് കൈകൾക്ക് ഒപ്പി നിൽക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ആധാരത്തിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരിക്കുന്നവരെ ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡോക്ടർമാർ ചില ദിവസങ്ങൾ ചില ആൾക്കാരോട് പറയും, ചില മണിക്കൂറുകൾ പറയും. അപ്പം ആ ദിവസം എണ്ണി ചിലവഴിച്ച് ചെയ്യും. ചില ആൾക്കാർ പത്യമാകാം, ആരോഗ്യമാകാം, ജോലിയാകാം, ഇൻ്റർവ്യൂ ആകാം, ആരെങ്കിലും കണ്ടുമുട്ടുന്ന വിഷയങ്ങളാകാം. എല്ലാം എൻ്റെ മക്കളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ ടൈപ്പടിച്ച് കയറ്റുകയും ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിയോഗം വെച്ച് മൊബൈലിലോട്ട് അങ്ങോട്ട് ചാർജ് ചെയ്ത് എഴുതി കയറ്റണം. എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഈ ശുശ്രൂഷ 10,000-10,000 പേര് നിങ്ങളെപ്പുറത്ത് കാണാനിടയായി വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരു സുരുക്കൂട്ടലുണ്ടാകും, ഒരു ഈടുവെപ്പ്. അതിനാണ് ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാകും. നിങ്ങളുടെ ഒരു ആസ്തി ഭദ്രത എന്ന് ഞാൻ പറയും. ഈ ആസ്തി ഭദ്രത എപ്പോഴും ദൈവദിവസത്തെ കൂടാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് കണ്ണ് കരികരിക്കുന്നവരും കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരുണ്ട് ഈശോയെ. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കൊണ്ട് അവർ സുഖപ്പെടണമെന്ന് കർത്താവ്. മുക്കിന് അഡിനോയിഡ് വന്നു പോയവരും, കൈ തളർന്നു പോയവരും, കൈ വെട്ടപ്പെട്ട് മാറ്റിയവരും, കാല് വെട്ടപ്പെട്ട് മാറ്റിയവരും ഉണ്ട് ഈശോയെ. മ്യൂട്ടേഷൻ സംഭവിച്ച എല്ലാ മക്കളെയും നീ ആശിപ്പിക്കണം കർത്താവ്. അപകടത്തിൽ പെട്ടുപോയവരുണ്ട് ഈശോ, ആശുപത്രി കിടക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് ഇതോടുകൂടി പേടിച്ചിട്ട് ഇനി ഒരിക്കലും വണ്ടി എടുക്കാത്തവരുണ്ട്. ആ ജോലി തന്നെ അവസാനിപ്പിച്ചിട്ട് ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇറക്കുക കർത്താവേ.
ആ ജോലികൾ ചെയ്തപ്പോൾ നിരാശ, ദൈവത്തെ പോലും വിളിക്കാൻ പറ്റണില്ല, ഭയം, പ്രയാസം. എങ്ങനെ ജീവിച്ചിരുന്ന ഞാനാണ് ഇന്നിപ്പോൾ എൻ്റെ ഗതികേട് കണ്ടെന്ന് ഓർത്തിട്ട് കർത്താവ് നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് പഴയതോടെ സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവ് നമ്മളൊരു വിലമതിക്കാത്ത അവസ്ഥയുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കണവരുണ്ട്. ശാശ്വതി കിടക്കില്ല, ആരോട് പറയാനാണ്? ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചെവിയിലോട്ടൊഴുകി തന്നെ കാണാം. മിണ്ടത്തില്ല, പറയത്തില്ല, പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യരോട് എല്ലാവരെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാം നിന്റെ സ്പേസുകളാണിത്. മനുഷ്യന്മാർ പരാജയപ്പെട്ട് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. നിന്റെ ഒരു കരുണയാണ് കർത്താവ് ഇവിടെ വേണ്ടത്. കർത്താവ്, പാപങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനം ചോദിക്കുന്നുണ്ട്. ആർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. നിലനിൽപ്പില്ലാത്ത മനുഷ്യരാണ് ഈശോയെ എല്ലാവരും. അതുകൊണ്ട് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. കർത്താവ്, നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. ആ കരുണ കൊണ്ട് അങ്ങനെ പീഡാനുഭവത്തിൻ്റെ പീഡാനുഭവത്തെ ഓർത്ത് ഞങ്ങൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ മുൾക്കിടത്തെ ഓർത്തുകൂടെ അങ്ങനെ മക്കൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ തിരുവിലായാലും മുറിവിനെ ഓർത്തുകൊണ്ട് മക്കൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ കരകരങ്ങൾ ആണിപ്പടി ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കൾ കരുണ തോന്നുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ, ജീവിതം വഴിമുട്ടിയവർ, ജോലി മുട്ടിയവർ, ജോലി ലഭിക്കാത്തവർ, കാരണം ജീവിത പങ്കാളികൾ കിട്ടാത്തവർ, പെൺപിള്ളേരെ കെട്ടിച്ചു വിടാൻ പറ്റാത്തവർ, ഈശോയെ അങ്ങനെ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുക. ദൈവമേ, അവരുടെ മേലെല്ലാം നിന്റെ കാരുണ്യം ചൊരിയണം ഈശോ. ഇതൊന്നും അറിയാതെ കർത്താവെ ഇതെല്ലാം അണ്ടർമൈൻഡ് ചെയ്ത് ജീവിക്കുന്ന മക്കളുണ്ട് വീട്ടിൽ. പെങ്ങളെ കെട്ടിക്കുന്ന അപ്പൻ്റെമായ ജോലിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വീട്ടിൽ കയറാതെ നടക്കുന്ന അമ്മക്കളുണ്ട്. പെൺമക്കളുടെ എണ്ണം കൂടിയ കാരണം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന സൂത്രക്കാരായ ആമക്കളുണ്ട്. കല്യാണം കഴിച്ച ഉടനെ മാറി താമസിക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ വരാറില്ല. പെൺമക്കളെ കെട്ടിക്കുന്ന അപ്പനും അമ്മയും ചുമതലയാണ് എന്നൊക്കെ ഞാനൊന്നും കുടുംബത്തിൽ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ള കേൾക്കണ വർത്തമാനം കേട്ടിട്ട് അവളുടെ കൂടെ പോയി കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാവരും മറന്ന്, അപ്പനെയും പെങ്ങളെയും സഹോദരനും മറന്ന് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ ഓരോരോ തരത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് നീ സന്ധിക്കണ കർത്താവ്. എല്ലാവരും കൈവിട്ടവരാണ് കർത്താവ്. നീ എന്നും കൈ താങ്ങിയിട്ടുള്ളവർ. അവരുടെ സന്ധി പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് അങ്ങനെയുള്ളവർ നീ ഇന്ന് ഓർക്കണം കർത്താവ്. അവർക്ക് ആര് കൈവിട്ടാലും അപ്പനും അമ്മയും നിന്ന് വിളിച്ചാലും ഐ വിൽ നോട്ട് അബാൻഡൻ യു അറ്റ് എനി കോസ്റ്റ്. നീ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞങ്ങളോട് അപ്പനും അമ്മയും നിന്നെ മറക്കാം. പക്ഷെ ഞാൻ നിന്നൊരു കാലവശാലും 17:13-5 നീ പറഞ്ഞു. എബ്രായ ലേഖനങ്ങളിൽ 49:15 നീ പറഞ്ഞു അപ്പനും അമ്മയും നിന്നെ മറക്കാം. എബ്രായ 13:5 നീ പറഞ്ഞു ഐ വിൽ നോട്ട് അബാൻഡൻ യു അറ്റ് എനി കോസ്റ്റ്. എന്ത് കാലവശാലും ഉണ്ടായാലും ഞാൻ നിന്നെ മറക്കുക കർത്താവ്. ആ വചനങ്ങളെല്ലാം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കൾക്ക് കാരുണ്യവും, പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും വേദനയിരിക്കുന്നവർക്കും ഭാരപ്പെടുന്നിരിക്കുന്നവർക്കും ആശ്വാസവും സന്ധിപ്പ് നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസാൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട ഞാൻ നേരിട്ട് കണ്ടതല്ലേ അമ്മേ. അമ്മയുടെ യോഗ്യതയാൽ, അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധ നാമത്തിൽ ഇന്ന് നിങ്ങളെ കർത്താവ് എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പോയിന്റ്. ഇന്ന് രസോടാ എന്നേ ഒരു സാക്ഷ്യം ഞാൻ കേട്ടെ. സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് ഡ്രിറ്റി എന്നാണ്. ഡ്രിറ്റി സ്ഥലം ഞാൻ മറന്നുപോയി. ഡ്രിറ്റി പറഞ്ഞത് ഡ്രിറ്റിയെക്കുറിച്ച് ആരോ കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഡ്രിറ്റി ഒരു പ്രാവശ്യം ഇവിടെ വന്നു. ഡ്രിറ്റിയെ പ്രസവിച്ച് അല്ലെ ശരീരത്ത് മുഴുവനും അരിമ്പാറയാണ് മകളുടെ. അവളെ കെട്ടിക്കാൻ പറ്റത്തില്ല. കാരണം അത്ര കണ്ടിങ്ങനെ അരിമ്പാറ ഇങ്ങനെ ഈ ഗുരുഗുരാന്ന് പറഞ്ഞ ഗുരു പോലെ കുരുമുളക് പോലെ ഇങ്ങനെ അരിപ്പാറ പിടിച്ചിരിക്കും. ഇതിന് കുറേ മരുന്നവർ ചെയ്യും. അവസാനം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുഖത്തോട് നോക്കി പറയും, അമ്മേ നീ ശരിക്കുള്ള മാതാവാണ്. എന്ത് രസമല്ല പ്രാർത്ഥന. ശരിക്കുള്ള എൻ്റെ മാതാവ്, കൃപാസന മാതാവേ നീ ശരിക്കുള്ള മാതാവാണെങ്കിൽ എൻ്റെ മകളുടെ അരിപ്പാറ മാറ്റണം. പിറ്റേ ദിവസമേ ഈ ഉടമ്പടി തൈലം കൊണ്ട് പെരട്ടിട്ട് അരിമ്പാറ ഒന്നും കാണാനില്ല. എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കര, ഞാൻ കേട്ടപ്പെട്ടില്ല, കോരി തിരിച്ചു. അങ്ങനത്തെ ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മൾക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് കിട്ടും. ചിലർ പറയും, അമ്മേ എനിക്ക് സഹായിക്കാൻ ആരും ഇല്ല കേട്ടോ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം. അപ്പം തന്നെ മഴവില്ല് വിരിയും.
എങ്കിൽ അങ്ങനത്തെ സാക്ഷിയുണ്ടെന്ന് അറിയാം, നിങ്ങൾ നോക്കിയ രസമാണ്. അപ്പം തന്നെ സുഗന്ധാഭിഷേകം വരും. ഞാനിതൊക്കെ അച്ഛനായിട്ട് ഇപ്പോൾ 39 കൊല്ലമായി, ഞാനിതൊക്കെ ആദ്യം കേൾക്കുകയാണ്. പ്രസൻസ്, അതിനെല്ലാം ഉടമ്പടിയിലെ സാന്നിധ്യം എന്നാണ് വിളിക്കുന്നത്. സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ ചോദിച്ചാൽ അപ്പം റെഡിയാവും. കാര്യം ദൈവം സൗജന്യ ദാനമായിട്ട് നടക്കുന്നതാണ് സാന്നിധ്യം. കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്, കുർബാന സ്ഥാപിച്ചത് എന്താ സംഭവം? സാന്നിധ്യമാണ്. സാന്നിധ്യം സംരഭ്യമാക്കാനാണ്. മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യൻ്റെ കൂടെ. ആ സാന്നിധ്യം ചോദിച്ചാൽ അതെന്നെ ഞാനത് അതായത് മോസസിനോട് അത് വായിച്ചത് അതായത് പുറപ്പാട് 33:14 വായിച്ചേ. കർത്താവ് പറഞ്ഞു, 33:14 പുറപ്പാട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുക. അപ്പൊ എന്തിനാണ് കൂടെ വരേണ്ടത്? സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. അപ്പൊ ഞാൻ തന്നെ നിന്റെ കൂടെ. അപ്പൊ മോസസിന് മനസ്സിലായി അതാണ് ഇനി ജീവിതത്തിൽ മാർഗമുള്ളൂ. കാര്യം മുമ്പോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. കാര്യം ഇവർക്ക് 6 ലക്ഷം പടയാളികളുണ്ടെങ്കിൽ ഒരു കാനനീസിനോടോ അല്ലെങ്കിൽ ജബുസിയരോടോ അല്ലെങ്കിൽ സമറിയക്കാരോട് വെട്ടുമ്പോൾ തന്നെ പകുതി തീരും. അപ്പം മുന്നോട്ട് പോയിട്ട് ഒരു വെളിച്ചമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കല്യാണം സാധാരണ പഴയ കരുവാളും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം അങ്ങനെ വരുമ്പോൾ മോസസ് പറയുവേ, അങ്ങ് ഇന്നലെ പറഞ്ഞായിരുന്നല്ല ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പം അത് ഓർത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് വന്നിട്ട് ഞങ്ങൾ പോകത്തില്ലേട്ടോ. എന്തൊരു വർത്തമാനാണ്. പക്ഷേ 33:15 വായിച്ചേ. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അപ്പൊ സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. സാന്നിധ്യം എന്തിനാണ്? ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടെന്ന്. നീ സാന്നിധ്യം ചോദിക്കുന്ന ദൈവത്തിനെ ഇന്ന് മുഴുവൻ നിൻ്റെ കൂടെ വരാൻ വേണ്ടി ചോദിക്കുക കർത്താവിനോട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തന്നെ അനുഭവ തലങ്ങളാണ്. അതുകൊണ്ടാണ് കൃപാസനം മാതാവ് പല മേഖലകളിലും ആൾക്കാർ കണ്ടു എന്നൊക്കെ പറയുന്നൊരു കാര്യം. സാന്നിധ്യം പണ്ട് മുതലേ ദൈവം നമുക്ക് നമ്മുടെ പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ള വിഷയങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ്. വാഗ്ദാനം ഉള്ളത് അതുകൊണ്ടാണ് വാഗ്ദാനം അനുസരിച്ചതെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത്. നിങ്ങൾ വാഗ്ദാനം എന്താണെന്ന് നോക്കണം. 8850 വാഗ്ദാനങ്ങളുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കണേ. കർത്താവേ, നിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു അടിയനെ സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പ്രാർത്ഥിക്കണം. ബിന്ദു പത്മദാസ് ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് നിന്ന് ഈ ഉടമ്പടി തൈലെടുത്ത് കര പുരട്ടി വെച്ചും അവിടെ നിന്ന് കരഞ്ഞു പോണേ. കര ആ രീതിയിൽ ഞെരിഞ്ഞിരിക്കുകയാണ് മുട്ടേ. പക്ഷെ എന്നാലും ഇവൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന തപ്പിയും തടഞ്ഞു. 3 മണിക്ക് ഉറക്കച്ചടവുണ്ട്. പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുകയല്ലേ. വിശ്വാസം ഇരിക്കണം നമ്മുടെ സ്പെല്ലിങ്ങിലോ ഭാഷയിലോ അല്ലല്ലോ, വിശ്വാസം ഹൃദയത്തിലല്ലേ. അവളാ ഞെരിഞ്ഞ മുട്ടുമായിട്ട് നിന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അവിടെ വിശ്വാസം എന്താണ്. ആ ഒറ്റ പ്രാവശ്യമേ ഞെരിഞ്ഞുള്ളൂ, പിന്നെ ആ മുട്ട് ഞെരിഞ്ഞില്ല. ഇറ്റ് ഈസ് ഓവർ. അമ്മ അവളെ ഹെൽപ്പ് ചെയ്തു. അവളെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടെ ഒറ്റ പ്രത്യക്ഷണ പ്രാർത്ഥനയിൽ. പിന്നെ ഇവൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി തൈലം കൊണ്ട് അവൾ കൊച്ചത്തിനെ കാണാൻ പോകും. അവിടെ ചെല്ലും. കൊച്ചിന് ക്യാൻസർ അല്ലേ, 3 മാസമല്ലേ പറഞ്ഞിരിക്കുന്നത്, കാണേണ്ടവരെല്ലാം വന്ന് കണ്ടുപോയിരിക്കുകയാണ്. കൊച്ചത്തിന് ഇവളെ കാണുമ്പോൾ ആദ്യം വിഷമിക്കുന്നത് ഒരു ചോദ്യം ചോദിക്കും, താമസിച്ച് പോയിടി എന്ന് പറയും. അത് ചങ്ങക്കൊണ്ട് പറഞ്ഞാണത്. എന്താണ്? ഞാൻ നിൻ്റെക്കുന്നത് പ്രതീക്ഷിച്ചില്ല, കാര്യം നീ ആദ്യം വരുമെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഇവൾ പറയും, കൊച്ചച്ഛൻ ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്, മാതാവിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്, എടുത്തിട്ട് വരാനിരുന്നെന്ന്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾ മുട്ടയെന്ന് വിശ്വാസപ്രമാണം ചെയ്യണതിന് മുമ്പ് ഇവയ്ക്ക് വിശ്വാസപ്രമാണം അറിയത്തില്ല. അതാണ് സംഭവം. അവൾ കൊല്ലത്ത് നിന്ന് വന്ന് കായംകുളത്തായപ്പോഴാണ് കൊച്ചച്ഛൻ്റെ വയറയിലാണ്, നെഞ്ചിലുമാണ് ക്യാൻസർ. അവിടെ എനിക്കിത് പെരുട്ടണം, പക്ഷേ എനിക്ക് വിശ്വാസപ്രമാണം അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ നോക്കിയിട്ട് വിശ്വാസപ്രമാണം പഠിക്കും. ഇവിടുന്ന് കൊല്ലത്തുനിന്ന് കൊച്ചി വരെ ഇവൾ വിശ്വാസപ്രമാണം പഠിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ പഠിച്ചു തീരും. ഇത് പഠിച്ചിട്ട് ഈ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇവൾ കൊച്ചച്ഛൻ്റെ നെഞ്ചിലും വയറ്റിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കണത്. ആ സമയത്ത് കൊച്ചച്ഛൻ ചിരിക്കും. ആ സാക്ഷ്യം കിടപ്പുണ്ട്, നല്ല രസം കേൾക്കാൻ. കാര്യം അത് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിഷേകം ഉണ്ടാകും. കാര്യം അത് ജീവിക്കുന്നൊരു വിശ്വാസി ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവനുമായിട്ട് മരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ ചെയ്യുന്ന വലിയ സുവിശേഷ വേലയല്ലേ. അപ്പോൾ ഇതോടുകൂടി കൊച്ചൻ ചിരിക്കും. കൊച്ചച്ഛൻ ചിരിക്കുന്നതോടുകൂടി
ക്വസ്റ്റ്യൻ ചിരിക്കാൻ കാരണം അന്ന് വരെ ഈ സമയത്ത് അന്ന് വരെ ആ മനുഷ്യ ഹൃദയത്തിലെ ശരീരത്തിൽ അനുഭവിക്കാത്ത ഒരു സന്തോഷം, ശരീരത്തിൻ്റെ ഒരു സൗഖ്യം ഈ മനുഷ്യൻ അനുഭവിച്ചിട്ടാണ് ചിരിക്കണത്. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ചിരിക്കും. കാര്യം കുറേ നാളെ കൊച്ചാൻ ചിരിച്ചിട്ട്, അതാണ് സംഭവം. അതെല്ലാം കഴിഞ്ഞ് അവിടെ പോരും. പക്ഷേ 24 hours പിറ്റേ ദിവസം ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ക്ലിയറായി എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല ആളിനെ. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ വിശ്വാസം, തക്ക വിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ്. നിങ്ങളുടെ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ അക്രൈസ്തവർ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് സംഭവം. ഇവർ അക്രൈസ്തവ സഹോദരിയല്ലേ, അവർക്ക് വിശ്വാസ പ്രമാണം പോലും അറിയത്തില്ലല്ലേ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് പ്രയോഗിക്കാൻ കണ്ടില്ല. നമ്മളത് 30 കൊല്ലം മുമ്പ് പഠിച്ച സാധനമല്ലേ. നമ്മൾ 30 കൊല്ലം മുമ്പ് പഠിച്ചതല്ലേ ഇതൊക്കെ. 30-40 കൊല്ലം പഠിച്ചല്ലേ ഇതൊക്കെ. എന്ത് പഠിച്ചു എന്നല്ല പ്രശ്നം, ഇത് പ്രയോഗിക്കണത്. ഇത് പ്രയോഗിക്കണമാണ് വിഷയം. പ്രയോഗിക്കണതിന് അറിവാ ബുദ്ധിയാവൊന്നും പോരാ, അതിന് ദൈവത്തിലുള്ള അർപ്പണ വിശ്വാസം വേണം. തക്ക വിശ്വാസം എന്ന് പറയും. ഇവൾക്കതുണ്ട്. അതുകൊണ്ട് പിന്നീട് ഇവളുടെ കാര്യങ്ങൾക്കെല്ലാം പിന്നെ കുറേ കാര്യങ്ങൾ ആ സാക്ഷ്യത്തിലുള്ള പറയുന്നത് നിങ്ങൾ ഇന്ന് കേട്ടാൽ മതി. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്. ഉടമ്പടി ഓഹരിയാക്കണ എന്താണ്? ജീവനും സൗഖ്യവുമാണ്. ഉടമ്പടി ഓഹരിയാക്കണ എന്താണ്? ജീവിതവും ജീവിത അവസ്ഥകളുമാണ്. ഉടമ്പടി ഓഹരിയാക്കണ എന്താണ്? ജീവിതവും നിത്യജീവനുമാണ്. കൈയടിച്ച് ഇന്നലെ ഷമീല എന്ന് പറഞ്ഞൊരു മുസ്ലിം ലേഡി വന്നിരുന്നു. ഇന്നലെ ഷമീല ആദ്യമായിട്ട് ആലപ്പുഴ വരികയാണ് എന്ന് തോന്നണം. അവർ വരാൻ കാര്യം അവർക്ക് അവിടെ ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. കാര്യം അവരുടെ ഒരു ഫ്രണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട് അവരോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട മകൻ്റെ കാര്യത്തിൽ. കാര്യം മകനേ ഉള്ളൂ, അവന് ജോലിയില്ല, മാസങ്ങളായിട്ട് ജോലിയില്ല, ഒത്തിരി പരുവക്കേടിലാണ്. ചേച്ചി ഈ പ്രാർത്ഥന ചെല്ലിയാൽ മതി. എന്താണ് പ്രാർത്ഥനയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ടാൽ മാതാവ് ആ ഡേറ്റ് ഹോണർ ചെയ്തിട്ട് നിങ്ങളുടെ മകനെ വിസ തന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഷമീല പക്ഷെ അത് ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ പ്രേയർ അവിടെ കിട്ടുന്നത്. അവർ മുസ്ലിം അല്ലേ, അവിടെ കിട്ടാൻ ക്രിസ്ത്യൻ പ്രേയർ ആദ്യമായിട്ട് കിട്ടുകയാണ്. പക്ഷെ അത് കിട്ടുമോ കിട്ടത്തില്ലേ, ശരിയാകുമെന്നൊന്നും ചിന്തിച്ചില്ല. അവരതങ്ങ് വിശ്വസിച്ചിട്ട് അവരുടെ മാതാവ് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, February 15. മാതാവിനോട് ഡേറ്റ് ഇട്ടവർ അവരെ കുടുംബം കണ്ടിട്ടില്ല, പ്രാർത്ഥന കൂട്ടിയിട്ടില്ല, ആദ്യമായിട്ട് ക്രിസ്ത്യൻ പ്രേയർ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അവരെടുത്ത് സ്പീഡപ്പായിട്ടാണ് സാധനം ലോഞ്ച് ചെയ്യണത്. എത്ര സ്പീഡപ്പാണ്. നമ്മുടെ ക്രിസ്ത്യൻസിനോട് എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കാൻ. വരട്ടെ, നോക്കട്ടെ, വരാം. ഞങ്ങളുടെ പള്ളി ഇല്ലാത്ത വല്ല അവിടെ ഉണ്ടാന്ന് ചോദിക്കുക ആദ്യം. ഞങ്ങളുടെ പള്ളി ഇല്ലാത്തത് വല്ലതും അവിടെ ഉണ്ടാന്ന്. അവിടെ നിങ്ങളുടെ പള്ളി ഇല്ലാത്തതുണ്ടായിട്ടല്ലേ ആൾക്കാരോട് വരണത്. എന്താ കാര്യം? അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ക്രിസ്ത്യാനി ചെല്ലിയാലും അക്രൈസ്തവൻ ചെല്ലിയാലും ഒരേ ഇഫക്റ്റാണ്. ജമീലയോട് കിട്ടിയിരിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാണ്. അപ്പോൾ പറഞ്ഞ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമേ, എനിക്ക് ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ February 15 എന്ന് പറയും ഡേറ്റ് ഇട്ട്. എന്നിട്ട് 4 മണിക്ക് ഷമീല എഴുന്നേക്കും. 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും. അതാണ് വിഷയം. അവർ ആർഡൻ ബിഹേവിയർ അതാണ് അത് ദൈവത്തിന് ഒരു പഞ്ഞുമില്ല. പിന്നെ എന്താണ് പഞ്ഞുള്ളത്? ഈ ദൈവത്തെ സമീപിക്കുന്ന മനുഷ്യനെ ഉള്ള കപ്പാസിറ്റിയിലാണ് ഈ പഞ്ഞം പിടിക്കുന്ന പരിപാടി വന്നത്. ഒത്ത കിട്ടിയ ഊട്ടി പോയാൽ ചട്ടി എന്ന് ഞാൻ എപ്പോഴും പറയും. അതുപോലെ ഈ ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വിറച്ചം തല്ലിയ മറ്റേ ആൾക്കാർക്കാണ് മിക്കവാറും തമ്പരാൻ നിലത്തിൽ അടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അവർക്ക് ഇതുപോലെ വിശ്വാസം പാരമ്പര്യമായിട്ട് നൽകിയിട്ട് ദേ ആർ നോട്ട് ഈവൻ യൂസിങ് ഇറ്റ്. അവർക്കിപ്പോഴും ഓരോരോ കാര്യങ്ങൾക്ക് സംശയമാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഈ ഒരു പ്രാർത്ഥന ഈ ലോകത്ത് വന്നിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ എടുത്തിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ആദ്യ കാലങ്ങളിൽ തന്നെ എന്നെ ബിഷപ്പ് വിളിപ്പിച്ചിട്ട് മണിക്കൂറോളം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അച്ഛാ പല ബിഷപ്പുമാരും വിളിച്ചതിനോട് ചോദിക്കുന്നു, അച്ഛാ ഇതിനെന്താണ് ഇതിൻ്റെ അകത്ത് പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിതാവ് ഇതിനകത്ത് ഒന്നുമില്ല, ഇതൊരു മെരിയൻ പ്രയർ പോലും അല്ല, ഇറ്റ് ഇസ് എ ക്രിസ്റ്റോളജിക്കൽ പ്രയർ. അവൻ പറയണ പോലെ ചെയ്യുകയാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാമെന്നാണ് ജനങ്ങളെല്ലാം പറയണത്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല പറയണത്, എല്ലാ ജാതിക്കാരും പറയുന്നുണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്തോളാമെന്ന്. അവൻ പറഞ്ഞ പോലെ ജീവിച്ചോളാം, രോഗമുള്ളവരെ പോയി കണ്ടോളാം, വസ്ത്രമില്ലാത്തവർക്ക് ഞങ്ങളുടെ വസ്ത്രം പങ്കുവെച്ച് കൊടുത്തോളാം, ഇതല്ലേ പറയണത്. നമ്മൾ കർത്താവിനെ അറിയാത്തവരെ അറിയിച്ചോളാം, അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊള്ളാം, അങ്ങനെ കുറച്ച് അവൻ പറയണ പോലെ ചെയ്തോളാം എന്ന് പറയണ അത്രേ ഉള്ള ഉടമ്പടി. അതുകൊണ്ട് എന്ത് ചെയ്ത് KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാൻ തന്നെ പുസ്തകത്തിന് അവതാരിക എഴുതി തന്നു. എന്താ കാര്യം? അവർക്ക് മനസ്സിലായി ഇത് ഈ കാലഘട്ടങ്ങളിലെ കേരളത്തിലുണ്ടായ ഒരു പ്രാർത്ഥനയാണിത്. ബാക്കി എല്ലാ പ്രാർത്ഥനയും നമ്മളുണ്ടാക്കിയതല്ലല്ലോ. കുരിശിൻ്റെ വഴി നമ്മുടെ അല്ല, ഇറ്റലിക്കാരുടേതാണ്. ഫ്രാൻസിസിലാണ് കുരിശിൻ്റെ വഴി. ജപമാല അതും 14-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് ലോറൻസ് വഴി ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഓരോ പ്രാർത്ഥനകളും കേരളത്തിൽ 40 മണി ആരാധന നമ്മുടെ അല്ല, വടക്കമാസം നമ്മുടെ അല്ല, എല്ലാം ഇറ്റാലിയനാണ് ഇതെല്ലാം. ഇവിടെ അതിൻ്റെ വേർഷൻസ് ഇറക്കിയെന്നേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി ഇത് പക്ക മലയാളി പ്രാർത്ഥനയാണ്. ഈ മലയാളം പ്രാർത്ഥനയിലൂടെ ഇത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കയ്യിൽ തന്നെ ഒരു 10-20,000 A ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്.
നമ്മൾ സാറേ എ ഗ്രേഡ് സാക്ഷ്യങ്ങളല്ലേ പറയിപ്പിക്കത്തുള്ളൂ, അല്ലെ പറയിപ്പിക്കത്തില്ല. അല്ലാത്ത ബി ഗ്രേഡൊക്കെ ഞങ്ങളെ എടുത്ത് വെച്ചേക്കൂടെ. എ ഗ്രേഡ് സാക്ഷ്യങ്ങളെ പറയിപ്പിക്കുക, ഉടമ്പടി കണ്ടൻറ്റ് വേണം. ഇത്രയും സ്പീഡായിട്ട് ദൈവം ഏറ്റെടുക്കണ ഒരു പ്രാർത്ഥന ഈ കാലഘട്ടങ്ങളിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവരൊക്കെ ഷമീല എന്താ ചെയ്തിരിക്കുന്നത്? ഷമീല 4 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ട് അമ്മയ്ക്ക് ഡേറ്റ് ഇടും. അമ്മ ഷമീല ഡേറ്റ് ഓണർ ചെയ്യും. അമ്മ ഷമീല പറഞ്ഞ ഡേറ്റിന് തന്നെ ദുബായിൽ നിന്ന് മകനെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ജോലി കിട്ടി അവൻ കയറിപ്പോവും. അപ്പോൾ അവൾക്ക് ഇരിക്കാൻ പ്രതിയില്ല. കാരണം എത്രയോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതിനു വേണ്ടി. ഒരു മകനേ ഉള്ളൂ, എത്ര വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് വെറും 1 മാസം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് അവർ നേരെ കണ്ടു പോകുന്നു. സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് അവർ ഉടമ്പടി എടുക്കുന്നത്. സാക്ഷ്യം പറഞ്ഞിട്ട് അവർ ഉടമ്പടി എടുത്ത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ദൈവത്തെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ നോക്കണം. എങ്ങനെ? കർത്താവിനെ അറിയാത്തത് അറിയിക്കുക മാത്രമല്ല, അതിന് അറിഞ്ഞവരെ ആഴപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്. പിന്നെ കർത്താവെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ യൂട്യൂബിലൂടെ ആയാലും കൃപാസന പത്രത്തിലൂടെ ആയാലും കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതിന്റെ ഭാഗമായി രോഗികളെ സന്ദർശിക്കുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുകയും നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാ ആവശ്യരോടും അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതിന്റെ ഭാഗമായി ഉടമ്പടി പ്രകാരം മാതാവിന്റെ മധ്യസ്ഥതയിൽ യേശുവിന്റെ നാമത്തിൽ വിശേഷം സാക്ഷിയാകാൻ അഭിഷേകം ചെയ്യാൻ. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും നമ്മൾ എന്താ ചെയ്യണത്? ഒരു 3 സാക്ഷ്യങ്ങളെങ്കിലും എടുത്ത് വചനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും. അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നുമല്ല. സുവിശേഷത്തിൽ നമുക്കറിയാം നമ്മളുടെ കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്. ഒരു സ്രോതസ്സ് അപ്പോസ്തലിക് പാരമ്പര്യമാണ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത്. രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത്. അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അതാണ് കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷയുടെ. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനമല്ലാത്തതിൻ്റെ കാരണം. ഇത് അപ്പോസ്തലിക് മരിയൻ റിട്രീറ്റാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോസ്തലൻ എന്താ ചെയ്തത്? അതായത് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പറഞ്ഞുകൊണ്ട് റോമ 15:18 വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. അതാണ്. അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ, ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ് അനുസരണം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ്. ഫെയ്ത്ത് ഈസ് ആൻ ഒബീഡിയൻസ്. എന്താണ്? വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ. വെളിപാടുകളോടുള്ള വ്യക്തികളുടെ അനുസരണമാണ് വിശ്വാസം. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസമില്ലാത്തവരെയും വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തലിക് മെത്തേഡ്. ഇതാണ് കൃപാസനം കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന്. എന്താ വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പൊ എത്ര കാര്യമായി? വാക്കാലും പ്രവൃത്തിയാലും. പിന്നെ എന്താണ്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പോൾ വാക്കിന് ബലം നൽകുന്നത് എന്താണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്, ഇല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇത് പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിൽ വ്യത്യാസമുണ്ട്. പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്? അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും. വിശ്വാസത്തിൽ അത് പിന്നെ പക്ഷേ ഉപദ്രവം ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ കൃപാസനം ടാർഗറ്റ് ചെയ്യുന്നത് അതല്ല, സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരെയാണ്. സീറോ ഫെയ്ത്ത് ഉള്ളവർക്ക് എന്താ വേണ്ടത്? വാക്കാലും പ്രവൃത്തിയാലും. പറഞ്ഞേ. പിന്നെന്താണ്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്തത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും. ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ.
കാര്യം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവന്റെ വചനം. യോഹന്നാൻ 1:1 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത്? കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി. അതായത് നമുക്ക് ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല. വിശ്വാസത്തെ കൈമാറ്റേണ്ടത് എന്താണ്? അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത്? അനുഭവം. നിങ്ങൾ സുവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കുക. എനിക്ക് IELTS പാസ്സാകണമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവിനോട് ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ? മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാരം കൂടെ കുഴച്ചാൽ മുള്ളൊക്കെ എടുത്ത് മാറ്റും. ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത്, എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത്. കർത്താവേ, വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ സ്വന്തമായ ഒരു അനുഭവം തരണമേ, ഒരു അതിശയം തരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ അനുഭവം ഈ ആരാധനയിലൂടെ നൽകണമേ. കടിച്ചപ്പെടാത്ത കുറേ വചനങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ വിശ്ലേഷിച്ച് തന്നിട്ട് നിങ്ങൾ ഉണ്ടുകൊണ്ട് തിന്നിട്ട് എന്ത് കാണിക്കാനാ? വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ. ഇതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് സഭയിൽ അതുകൊണ്ട് വചനം എന്താ പറയുക? അപ്പോസ്തല പാരമ്പര്യം എന്താ? വചനം എന്താണ്? ഹെൽപ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 കൊരിന്ത്യർ 1:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അപ്പോസ്തലന്മാരുടെ സഭയുടെ ലക്ഷ്യം എന്താണ്? ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം, സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം. സ്വന്തമായിട്ട് തിയോളജി ഫിലോസഫി മാത്രം പഠിച്ചിരുന്ന സുവിശേഷ വേല നടക്കത്തില്ല. കറക്റ്റല്ലേ? അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. പറഞ്ഞ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ. അതായത് നമുക്ക് വ്യതകളെ ചെറിയ വ്യതകളാണ്. എന്തെല്ലാം തരം വ്യതകളാണ് മനുഷ്യനെ ഉള്ളത്. അതായത് രോഗവും വ്യാധികളല്ല, വ്യാധി മാറാത്ത രോഗമാണ് വ്യാധി എന്ന് പറയുന്നത്. അതിനേക്കാൾ വ്യതകളെന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത്. അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ 34 വയസ്സായി, കല്യാണം ഒക്കണില്ല. അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കണത്? അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിൻ്റെ കല്യാണം നടത്താൻ. അതാണ് വ്യഥ, അതല്ല വ്യഥ. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഭാഗവതം പിടി നടക്കണില്ല, അതിന് 10-16 അവകാശികളാണ്. നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല, അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷെ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല. അതാണ് വ്യഥ. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള്. ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത്. എന്താണ് പറയണത്? ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്നു. ബേസിക് ആയിട്ട് ദൈവത്തിന്റെ നടപടി എന്താണ്? ക്ലേശങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ്. അത് ക്ലേശങ്ങളുടെ മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ. ചെറിയ ആൾക്കാർക്ക്
ചെറിയ ക്ലേശങ്ങളെന്ന് പറഞ്ഞ പോലെ കഥയുണ്ട്. എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ക്യാൻസർ ആയാലും വേദന ഒരുപോലെയാണ്. അനുഭവിക്കുന്നതിന് അതിൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ. ഇന്നത് ചെറുത് ഇന്നത് വലുതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണത്. നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ് ഓ ഇതാണ് കാര്യം, ഇവിടെ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവർക്കത് വിഷയമാണ്. അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാൻസർ 4ാം സ്റ്റേജിൽ കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിലെ മകൾ ഡൈവേഴ്സായ കാര്യം കേൾക്കും. എന്താ അവർക്കതാണ് പ്രശ്നം. അതാണ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലും ഉള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ, ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. നിങ്ങൾ പറയുന്ന വിഷയമില്ലേ വ്യതകൾ, ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. എക്സ്ട്രാ ഗ്രേസ്, അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കും. കൈ ഇടിച്ച് കർത്താവേ. അപ്പൊ ദൈവത്തിനും ഫൗണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്ഥിതി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിനെ അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിൾ കരുണ കൃപയെന്നൊക്കെ പറയുന്നത്. കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിന് കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാവർത്തൻ്റെ 7:7 എടുത്ത്, നിയമാവർത്തനം 7:7, 8:7 ഒക്കെ എടുത്ത്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഇസ് ദ കോസ് ഓഫ് യുവർ നിങ്ങളെ സെലക്ട് ചെയ്തത്, സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ? എത്രയും അകലിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെറ്റ് ചെയ്തത്? അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയിടിച്ച് കർത്താവേ. നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കണത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം. കൈയടിച്ച് കർത്താവ്. നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക, അപ്പോഴേ അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും ശ്രദ്ധിച്ചേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. ഇതാണ് ഞാൻ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. കർത്താവ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദ്യ കാരണം. കൈയടിച്ച് കർത്താവ്.